أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون وما أنزلنا على قومه من جند من السماء وما كنا منزلين. ബഹുമാനപ്പെട്ട ഹബീബ് നജ്ജാർ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ഒരു മലായികയെയും ആ നാട്ടിലേക്ക് അല്ലാഹു അയച്ചിട്ടില്ല. അല്ലാഹു അങ്ങനെ അയച്ചിട്ടേയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കോപ്പിക്കുകയും മാത്രമല്ല അവർക്ക് അല്ലാഹു പെട്ടെന്ന് ശിക്ഷ ഇറക്കുകയും ചെയ്തു ആ നാട്ടുകാർ. അതിന്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരട്ടഹസിക്കുകയാണ്. മലായികത്തിന്റെ അട്ടഹാസം എന്ന് പറഞ്ഞാൽ അവരൊന്ന് ശബ്ദിച്ചാൽ അത് ആ നാട്ടുകാർക്ക് ശിക്ഷ ഇറങ്ങുക എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ആ നാട്ടുകാർ പരാജയപ്പെട്ടു എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അല്ലാഹു തആല പറയുന്നു, മലായികത്തെ അട്ടഹസിച്ചപ്പോൾ മലായികത്ത് കേവലം ഒരു അട്ടഹാസം വെച്ചത് മാത്രമാണ്, ഒരു ശബ്ദം വെച്ചത് മാത്രമാണ്. ആ സമയത്ത് ആ നാട്ടുകാരെല്ലാവരും മയ്യത്തായി പോയി. ഹാമിദൂൻ എന്ന് പറഞ്ഞാൽ മയ്യത്തൂൻ എന്നാണ് അർത്ഥം പറയുന്നത്. ആ നാട്ടുകാർ മുഴുവനും മയ്യത്തായി പോയി, മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഒരു ശബ്ദം കൊണ്ട് എല്ലാ ആൾക്കാരും നശിഞ്ഞു പോയി അന്താക്കിയ എന്ന് പറയുന്ന നാട്ടുകാർ. അപ്പോൾ നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ ഒരു നബിയെയോ ഒരു വലിയനെയോ അല്ലെങ്കിൽ ഒരു മഹാനെയോ അയച്ചാൽ അവരുടെ വാരുടെ സ്വീകരിക്കാതെ വന്നാൽ ചിലപ്പോൾ അവിടെ അല്ലാഹുവിന്റെ പനിഷ്മെന്റ് ഇറങ്ങും. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് വന്ന ഏറ്റവും വലിയ മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി. ഒരുപാട് ഔലിയാക്കന്മാർ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഡയറക്ഷനോടുകൂടെ ഇന്ത്യയിലേക്ക് ദീന് പ്രചരണം നടത്താൻ വേണ്ടി അങ്ങനെ അഫ്ഗാനിസ്ഥാനിലൂടെയും അതുപോലെ പാകിസ്ഥാനിലൂടെയുമായിട്ട് ഇന്ത്യയിലേക്ക്, ഇന്ത്യയുടെ രാജസ്ഥാനിലേക്ക്, അജ്മീറിലേക്ക്, ന്യൂഡൽഹിയുടെ അടുത്തുള്ള അജ്മീറിലേക്ക് കടന്നു വന്ന മഹാനാണ് വലിയുല്ലാഹി ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി അൽ ഹസൻ സഞ്ചരി റളിയല്ലാഹു അൻഹു. ആ മഹാൻ ഇന്ത്യയിൽ വന്നു. സുബ്ഹാനല്ലാഹ്, ചരിത്രം പറയുന്നു ഇന്ത്യക്കാരോട് അന്ന് ഇന്ത്യയിൽ ഉള്ളതൊരു മുസ്ലിം രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന രജപുത്ര രാജാവ്. ആ രാജാവ് അയാള് ഇസ്ലാമിന്റെ ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അയാൾ പറയുകയുണ്ടായി, ആ അറബ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് കെട്ടിയെടുത്ത ആ വലിയക്കും അയാളെ കൂട്ടാളികൾക്കും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞ് അവർ താമസിക്കുന്ന ഒരു തമ്പടിച്ച് തമ്പിന്റെ അടുത്തുള്ള കിണറിന്റെ അടുക്കലേക്ക് പോയി, കുളത്തിന്റെ അടുക്കലേക്ക് പോയി. വലിയ കുളമാണ്, 1 കിലോമീറ്റർ ദൂരമുള്ള കുളമെന്നാ പറയപ്പെടുന്നത്. അതിന്റെ അടുത്ത് സൈനികന്മാരെ നിർത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു മുരീദിനെ അയച്ചുകൊണ്ട് പറയുന്നു, 1 കുടപ്പാനം വെള്ളം എടുത്തുകൊണ്ട് വാ. അങ്ങനെ 1 കുടം വെള്ളം കൊണ്ടുവന്നു. പിന്നെ നോക്കുമ്പോ 1 കിലോമീറ്റർ അകലെയുള്ള ആ കുളത്തിൽ 1 തുള്ളി വെള്ളം പോലുമില്ല. നാട്ടുകാരും രാജാവും ആകെ അത്ഭുതപ്പെടുകയുണ്ടായി. എന്താ കാരണം? അപ്പോ രാജാവിനോട് ആൾക്കാർ പറഞ്ഞു, അറേബ്യയിൽ നിന്ന് ഏതോ ചില ഫഖീറന്മാർ വന്നിട്ടുണ്ട്, പാവപ്പെട്ടവർ വന്നിട്ടുണ്ട്, അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ലെന്നല്ലേ നിങ്ങളുടെ ഉത്തരവ്? അതനുസരിച്ച് ഞങ്ങൾ ചെയ്തതാണ്. ഉടനെ രാജാവ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചതിന്റെ ശേഷം പറയുന്നു, ഖാജാ നിങ്ങൾക്ക് എത്ര വെള്ളം വേണമെങ്കിലും
വെച്ചോ ഒരു പ്രശ്നവുമില്ല. ഉടനെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു തആല ആ സൂക്ഷിച്ചു വെച്ച ഒരു കുടം വെള്ളമെടുത്ത് അതേ കുളത്തിലേക്ക് അങ്ങ് മറിച്ച് കളയാൻ വേണ്ടി പറഞ്ഞപ്പോ ആ വെള്ളം കുളത്തിലേക്ക് തന്നെ കളഞ്ഞപ്പോൾ നേരത്തെ ഉള്ളതുപോലെ കുളം വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് ചരിത്രം എഴുതി വെക്കുകയാണ്. സഹോദരന്മാരെ, അന്നത്തെ ദിവസം ആ മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് ഒരൊറ്റ ഒരു ദിവസം 1,00,000-ലധികം ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നു എന്നാണ് ചരിത്രം. ഇന്ന് ചില ആൾക്കാർ മനസ്സിലാക്കിയത് വേറെ നിലക്കാണ്. ഇസ്ലാമിന്റെ ആക്രമണം കൊണ്ടെന്നോ ഗോരികളുടെയും ഗസനികളുടെയും അക്രമം കൊണ്ടെന്നുമാണ്. ആ തെറ്റിദ്ധാരണയാണ്. ഇവിടെ നാം അല്ലാഹുവിനെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹുവിനെ പേടിക്കുന്ന തഖ്വയുള്ള ഒരു മുഅ്മിനായ ഒരു മുത്തഖിയായ ഒരു മനുഷ്യന്റെ ദുആ ഉണ്ടെങ്കിൽ, ഒരു നല്ല സാലിഹായ ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ, അല്ലാഹുവിനെ പേടിക്കുന്ന തഖ്വയുള്ള ഒരാളുണ്ടെങ്കിൽ ആ നാട്ടുകാരെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമിനോട് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ ചരിത്രമാണ്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ചരിത്രം ഇന്ത്യയിലുണ്ട്. അത് ബഹുമാനപ്പെട്ട യെർവാടി ഇബ്രാഹിം ബാത്തിഷാ റളിയല്ലാഹു അൻഹു ആയാലും മുത്തുപേട്ടയിൽ മരപ്പെട്ട് കിടക്കുന്ന ദാവൂദുൽ ഹക്കീം ആയാലും അങ്ങനെ ഇന്ത്യയിലുള്ള ഏത് വലിയ ചരിത്രം എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തിനായി ജീവിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷയുണ്ടാവൂല. ഒരുപക്ഷെ ഒരു നാട്ടുകാർ ഇസ്ലാമിനെ ആക്രമിച്ചാൽ, പാവപ്പെട്ട മുസ്ലിമുകളെ ആക്രമിച്ചാൽ നാം വിചാരിക്കും നമ്മളൊക്കെ തോറ്റുപോയിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു ധാരണയുണ്ട്, നമ്മളൊക്കെ സംഘടിച്ചാൽ നന്നാവാം. സംഘടിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഈമാൻ വേണം. ഞാൻ പറഞ്ഞില്ല, ഈമാൻ ഇല്ലാതെ നാം കുറെ ആൾക്കാർ ഒന്നിച്ചു കൂടി ഒരു പ്രശ്നം വെച്ചതുകൊണ്ടോ പ്രൊട്ടക്ട് ചെയ്തതുകൊണ്ടോ ഒരു പ്രയാസം നാം എന്തെങ്കിലും ഒരു കാണിക വെച്ചതുകൊണ്ടോ കാഴ്ച വെച്ചതുകൊണ്ടോ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതേസമയം അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളാണെങ്കിലും ശരി, അള്ളാഹുവിന് തഖ്വയുള്ള ഒരാളാണെങ്കിലും ശരി, ഈ ദുനിയാവിൽ ഈ ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ നാട്ടുകാര് ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതിന്റെ ചരിത്രമാണ്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അവർ കൊല ചെയ്തു പോയി. പക്ഷേ അള്ളാഹു വിട്ടില്ല. അവർക്ക് ഉടനെ അള്ളാഹു പനിഷ്മെന്റ് കൊടുത്തു. അവരാകെ നാശത്തിലായി പോയി.